ഈ കാണുന്ന വീട് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? എറണാകുളം ജില്ലയിലാണ് വരുന്നത്. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ്. എത്രയും വേഗം സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ട് എന്ന് പറയുന്നത്. മെയിൻ റോഡിൽ നിന്നൊക്കെ വെറും 1 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് ഇതുപോലെ വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. 4 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ തന്നെ നോക്കിക്കോളൂ, എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മതിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഗേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു വീട് 2 വഴികൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട് ഇരിക്കുന്നത് നല്ലൊരു ലൊക്കേഷനിലാണ്. നല്ലൊരു ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടും ഓപ്പൺ സ്പേസ് ആണ്, വീടിന്റെ ലെഫ്റ്റ് സൈഡും ഓപ്പൺ ആണ് വരുന്നത്. എലിവേഷൻ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഏറ്റവും മുകളിൽ ബാൽക്കണിയുടെ പോർഷനിലാണെങ്കിലും ടെറസിന്റെ മുകളിലാണെങ്കിലും ഹാൻഡ് റൈൽസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് പെയിന്റിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്റ്റോൺസും കോബിൾ സ്റ്റോൺസ് ഒക്കെ മിക്സ് ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഗ്രാസിന്റെ വർക്കുകൾ കൂടി ചെയ്യാനുണ്ട്. നിങ്ങളുടെ 2 കാറുകൾക്ക് മസ്റ്റ് ആയിട്ടും പാർക്ക് ചെയ്യാം. ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മൂന്നാമതൊരു കാറ് കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഭംഗിയായിട്ടും സ്പേഷ്യസ് ആയിട്ടുമാണ് കാർ പോർച്ചിന്റെ ഏരിയ ഒക്കെ ചെയ്തിരിക്കുന്നത്. മെയിൻ കാർ പോർച്ചും രണ്ടാമത്തെ കാറും ഒക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ സെറ്റ് ബാക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയ ഏരിയയും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടികൾ വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്ത് കിണറിനായിട്ട് നല്ലൊരു സ്പേഷ്യസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ചുറ്റിനുമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ കിട്ടുന്നുണ്ട്. മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ് നോക്കിയാലും അത്യാവശ്യം സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്ത് എൻട്രി ചെയ്യുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. 2 വീലേഴ്സ് വെക്കാൻ സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് സിറ്റ് ഔട്ടിന്റെ ഈ ഒരു പോർഷൻ ഒക്കെ നോക്കിയാൽ കാണാം, ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലൊരു പ്ലാൻ ബോക്സും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് നോക്കിക്കോളൂ, വൈറ്റ് കളർ ഗ്രാനൈറ്റിൽ ഭംഗിയായിട്ടാണ് 3ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ മരങ്ങൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് വിൻഡോസ് ഒക്കെ നോക്കിക്കോളൂ, നല്ലൊരു ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ മെയിൻ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം. ഒറ്റപ്പാളിയിൽ നല്ല ഭംഗിയുള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടി നീളവും 10.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഭംഗിയുള്ള ഡിസൈനുകളും അതുപോലെ പാനലിംഗ് വർക്കുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് TV യൂണിറ്റ് ഡൈനിങ് റൂമിലേക്കും അതുപോലെ തന്നെ ലിവിംഗിലേക്കും ഒക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതുപോലെ റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് നിറയെ നോക്കുവാണെങ്കിൽ LED ലൈറ്റുകളും കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. 12.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സെറയുടെ ബ്ലാക്ക് കളറുള്ള ഒരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. മുകളിലും താഴെയും നിറയെ കബോർഡുകൾ വെച്ചിട്ട് മിററൊക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ 1ാമത്തെ ബെഡ്റൂം വരുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ്. ചുറ്റിനും നിങ്ങൾക്ക് കാണാം ആവശ്യത്തിന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വേറെയും കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിന്റെ ഈ ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്പുകളിലൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഇതുപോലെ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇപ്പോൾ ഉള്ളത് ഓപ്പൺ കിച്ചൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. വാസ്തുപരമായിട്ടൊരു ചെറിയ കിച്ചൺ നല്ല ഒതുക്കത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്.
കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ കംപ്ലീറ്റ് ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ടഫന്റെ ഗ്ലാസ് ആണെങ്കിൽ പോലും ഡബിൾ സേഫ്റ്റിക്ക് ആയിട്ട് അയൺ ബാറുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹാളാണ് കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഹാൾ ഇങ്ങനെ വരുന്നത്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. ഡ്രോസും ഓപ്പൺ ഷെൽഫുകളൊക്കെ കൊടുത്ത് സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഷെൽഫ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വലിയ ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നത്. അതുപോലെ ഇതിന്റെ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് നോക്കിക്കോളൂ. വളരെ സിമ്പിൾ ആണ്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് ഇതുപോലെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ യൂട്ടിലിറ്റി ഏരിയ ഇവിടെയാണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു റൂം ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 ഭാഗത്തായിട്ട് നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ട് ചെറിയൊരു ഡോർ ഉണ്ട്. അത് പുറത്തേക്ക് നോക്കുവാണെങ്കിൽ സ്റ്റെയർ കേസ് ആണ് ടെറസിന്റെ മുകളിലേക്ക് പോകാനുള്ളത്. സ്റ്റെപ്പ് സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് മുകളിലേക്കുള്ളത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു വർക്ക് സ്റ്റേഷൻ ടേബിൾ കിട്ടുന്നുണ്ട്. മുകളിൽ കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ച് താഴെ ഡ്രോസും ഒക്കെ കൊടുത്തിട്ടാണ് ടേബിൾ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. നമുക്ക് 2 വിൻഡോസ് ഇതുപോലെ ഇവിടെ സിംഗിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം സെറയിലാണ് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കോളൂ, വിൻഡോസും നമുക്ക് മിഡിൽ പോർഷനിലായിട്ട് ഡോറും കിട്ടുന്നുണ്ട്. അത് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഡിസൈൻ ആണ് GA പൈപ്പിൽ കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിലും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10.5 അടി വീതിയുമാണ് വരുന്നത്. ചുറ്റിന് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുമാണ് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിലും നല്ലൊരു ഡിസൈനും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡിസൈനോട് കൂടിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ വരുന്നത്. ബാത്റൂമിലെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ കുഴുവേലിപ്പടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നൊക്കെ നമുക്ക് 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യവും 3 കാറുകൾക്ക് വരെ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് യൂട്ടിലിറ്റി സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വെൽ വാട്ടർ ഉണ്ട്. 2 കാറുകൾ മസ്റ്റ് ആയിട്ടും പാർക്ക് ചെയ്യാം. മൂന്നാമതൊരു കാർ കൂടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 83 ലക്ഷം രൂപയാണ്. 83 lakhs എന്നുള്ള ഈ ഒരു പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. വീടുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ കുറവും ആവശ്യക്കാരേറെയുമാണ്. അതുകൊണ്ട് ഈ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടാൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ കോൾ എടുത്തില്ല എങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിലുള്ള നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.